ഒരുപാട് നടന്മാരുണ്ട്, നടിമാരുണ്ട്. എങ്കിലും ചിലരോട് മാത്രം ഫോട്ടോ എടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. എന്താണ് റീസൺ? 5 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാനും നിങ്ങളും അല്ലെങ്കിൽ ഈ ലോകത്തുള്ള ഏതൊരാളും മറ്റൊരാളെ കേൾക്കാൻ തയ്യാറാവും. ഒരു വർഷം കൊണ്ട് 50 ബിസിനസ് സ്റ്റോറി ടെല്ലേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന വലിയൊരു ഉദ്യമമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. നമസ്കാരം, ഞാൻ ശ്രീലാണ്, ബിസിനസ് സ്റ്റോറി സ്ട്രാറ്റജിസ്റ്റ്. 1000ഓളം ബിസിനസ് ഓണേഴ്സിനെ വളരെ ചെറിയ സമയത്തിനുള്ളിൽ വളരെ ചെറിയ എഫേർട്ട് കൊണ്ട് അവരുടെ ബിസിനസിന്റെ ലാഭവും മൂല്യവും ഉയർത്താൻ ഞാൻ സഹായിച്ചിട്ടുണ്ട് വിത്ത് സ്റ്റോറി ടെല്ലിംഗ്. നിങ്ങൾക്കും അതിനായുള്ള കുറച്ച് ടിപ്സ് തരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾ കാണുക. കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾക്കൊരു നല്ല ബിസിനസ് സ്റ്റോറി ടെല്ലർ ആകണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ ബിസിനസിന്റെ ലാഭം കൂട്ടണം എന്നുണ്ടെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണം. നിങ്ങളൊന്ന് ആഗ്രഹിച്ചിട്ടില്ലേ, നമ്മൾ ഒരിടത്ത് ഇരിക്കുന്ന സമയത്ത് ഒരാൾ ഓടി വന്നിട്ട് സാറിന്റെ ഒരു സെൽഫി എടുക്കട്ടെ എന്ന് ചോദിക്കുന്ന ഒരു ദിവസം നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നത്. എന്തുകൊണ്ടാണ് ചിലരോടൊപ്പം മാത്രം ഫോട്ടോ എടുക്കുന്നത് നമുക്ക് തോന്നുന്നത്? അതുപോലെ ഒരു പൊളിറ്റീഷ്യൻ ആയിക്കോട്ടെ, ഒരുപാട് പേര് പൊളിറ്റീഷ്യൻ ഉണ്ട്, ഒരുപാട് നടന്മാരുണ്ട്, നടിമാരുണ്ട്, ഒരുപാട് സ്പോർട്സ് മെന്നും വിമനും ഉണ്ട്. എങ്കിലും ചിലരോട് മാത്രം ഫോട്ടോ എടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. എന്താണ് റീസൺ? അതിന്റെ റീസൺ അവരുടെ പേഴ്സണാലിറ്റിയാണ്, അല്ലെ? അവർക്ക് ഈ പേഴ്സണാലിറ്റി നൽകുന്നത് അവരുടെ സംസാര രീതിയാണ്, അവരുടെ പെരുമാറ്റമാണ്, ശരിയല്ലേ? ആ പെരുമാറ്റം അതിനവരെ സഹായിക്കുന്നത് എന്താണെന്ന് നമുക്ക് പഠിക്കാം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങൾ പറയുന്നത് കേൾക്കാൻ കാതോർത്തിരിക്കും. അത് പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ബുക്കും പേപ്പറും ഒക്കെ എടുത്ത് റെഡിയായിരിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. എനിക്കൊരു വലിയ മിഷനുണ്ട്. ആ മിഷന്റെ പിറകെയാണ് ഞാൻ നടക്കുന്നത്. ഒരു വർഷം കൊണ്ട് 50 ബിസിനസ് സ്റ്റോറി ടെല്ലേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന വലിയൊരു ഉദ്യമമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ 50 പേർ അവരുടെ ബിസിനസിന്റെ കഥകൾ പറയുമ്പോൾ, അവരുടെ ഇൻസ്പയറിംഗ് സ്റ്റോറി പറയുമ്പോൾ, അത് കേട്ട് ഇൻസ്പയർ ആവാൻ, മോട്ടിവേറ്റഡ് ആവാൻ ആയിരക്കണക്കിന് ആൾക്കാർ കാതോർത്തിരിക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടി അവരെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വലിയ മിഷനാണ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത്. അതിന്റെ ഭാഗമാണ് ഈ ടോപ്പിക്. അപ്പൊ ഇതിന്റെ എല്ലാം ബേസിക്സ് എന്ന് പറയുന്നത്, നമ്മളൊരു കാര്യം പറയുമ്പോൾ ആൾക്കാർ അത് കേൾക്കാൻ തയ്യാറായിട്ടിരിക്കുക എന്നുള്ളതാണ്, ശരിയല്ലേ? നമ്മൾ പറയുന്ന കാര്യം കേട്ടിരിക്കാൻ ആൾക്കാർ തയ്യാറാകണം. അവർക്ക് എന്താണ് വേണ്ടത് എന്ന് ആദ്യം മനസ്സിലാക്കണം. എന്തൊക്കെ കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ആൾക്കാർ നിങ്ങളെ കേൾക്കാൻ തയ്യാറാകുന്നത് എന്ന് ആദ്യം നമ്മളൊന്ന് മനസ്സിലേക്ക്, നമ്മുടെ ബ്രെയിനിലേക്ക് കൊണ്ടുവരാം. ഡിയർ ഫ്രണ്ട്സ്, 5 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാനും നിങ്ങളും അല്ലെങ്കിൽ ഈ ലോകത്തുള്ള ഏതൊരാളും മറ്റൊരാളെ കേൾക്കാൻ തയ്യാറാവുന്നത്. ഏതൊക്കെയാണ് 5 കാര്യങ്ങൾ നമുക്ക് പഠിക്കാവോ? അതിൽ ഒന്നാമത്തേത് ഇൻഫർമേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, അറിവിന് വേണ്ടി, അല്ലേ? നിങ്ങളിപ്പോ ഈ വീഡിയോ കാണുന്നത് ബിസിനസ് സ്റ്റോറി ടെല്ലിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ ബിസിനസിന്റെ സെയിൽസ് കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ മാർക്കറ്റിംഗ് കൂടുതൽ ഗുണകരമാക്കാൻ വേണ്ടി, കൂടുതൽ ലീഡ്സ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ അന്വേഷിച്ചു പോകാറുണ്ട് യൂട്യൂബിലും വെബ്സൈറ്റിലും ഒക്കെ, ശരിയല്ലേ? അതാണ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ. ഇത് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യമാണ് ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കേൾക്കാൻ തയ്യാറായിരിക്കും. അതാണ് ഒന്നാമത്തെ. രണ്ടാമത് നമ്മൾ ഒരാളെ കേൾക്കുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും കേൾക്കാനിരിക്കുന്നത് എന്റർടൈൻമെന്റിനോ എസ്തെറ്റിക് പ്ലഷറിന് വേണ്ടിയിട്ടാണ്. എന്റർടൈൻമെന്റ് വെച്ചാൽ വിനോദം, ഒരു രസത്തിന് എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് ഒന്ന് രസിച്ചിരിക്കാനായിട്ട് നമ്മൾ ആരെങ്കിലും കേൾക്കാറുണ്ട്. അതല്ലെങ്കിൽ എന്തെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം, അല്ലെ, നല്ല ഭംഗിയായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കാണുമ്പോൾ, കേൾക്കുമ്പോൾ, അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അവരെ കേട്ടിരിക്കാറുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. മൂന്നാമത്തേത് ഐഡന്റിഫിക്കേഷൻ. എൻ്റെ വീട്ടില് പത്രം വരുമ്പോൾ അമ്മൂമ്മയ്ക്ക് ഒരൊറ്റ താള് മാത്രം മതി, ഒരേ ഒരു പേജ് മാത്രമേ അമ്മൂമ്മ എടുത്തു വെക്കാറുള്ളൂ. ഏത് പേജാണെന്നൊക്കെ അറിയാമെങ്കിലും ഒന്ന് കമന്റ് ചെയ്തോ. അതെ, ചരമ പേജ്. അമ്മൂമ്മയ്ക്ക് ഒബിച്ചൊരു പേജ് മാത്രം കണ്ടാൽ മതി. അമ്മൂമ്മ എന്തിനാണ് നോക്കുന്നത് അറിയോ? അമ്മൂമ്മയ്ക്ക് പരിചയമുള്ള ആൾക്കാരെങ്കിലും അതിനകത്തുണ്ടോ എന്നറിയാം. അതുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പേര്, ഇന്നയാളിന്റെ ബന്ധുവാണ്, ഇന്നയാളോടൊപ്പം നമ്മൾ ഒരുമിച്ച് പഠിച്ചിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വീട്ടിൽ അമ്മമാരുള്ള സ്ഥലത്തല്ല ഈ ഒരു കാര്യം നടന്നിട്ടുണ്ടാവണം. അത് മറ്റൊന്നും കൊണ്ടല്ല, നമുക്കിഷ്ടമാണ് നമ്മളെ അറിയുന്ന, അല്ലെങ്കിൽ നമ്മൾക്കറിയാവുന്ന ആരെങ്കിലും കുറിച്ച് ആരെങ്കിലും പറയുന്നത് കേട്ടിരിക്കാൻ നമ്മൾക്ക് താല്പര്യമാണ്. അടുത്താണ് ഇന്റഗ്രേഷൻ അഥവാ സോഷ്യൽ ഇന്ററാക്ഷൻ. നമ്മളൊരു കാര്യം കേട്ടിട്ട് അത് പിന്നെ സൊസൈറ്റിയിൽ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ്സുകാരുടെ ഒരു നെറ്റ്വർക്കിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഉപയോഗിക്കാനൊക്കെ ഉപകാരപ്പെടുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് പ്രിപ്പയർ ചെയ്യുന്നൊരു സ്വഭാവം എല്ലാവർക്കും ഉണ്ട്. ചിലപ്പോൾ ഒന്ന് ആളാകാനായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അടുത്തൊരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് നമുക്കത് അറിയാമെന്ന് പറയാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ വളരെ ജെന്യൂനായിട്ട് അത് അറിയാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും. പക്ഷെ എന്തിനൊക്കെയാണെങ്കിലും ഇങ്ങനൊരു അറിവ് നേടുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. കാരണം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഇപ്പോൾ TV-യിൽ ഒരു വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന അതേ സമയത്തിന് നമ്മൾ മറ്റൊരു സ്ക്രീനും, അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ അത് കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ വാർത്ത കിട്ടും. ആ വാർത്ത അന്നേരം തന്നെ നമ്മളെടുത്ത് സ്റ്റാറ്റസ് ചില ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ്, നമുക്കറിയാം എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അറിയാമെങ്കിലും അത് നമ്മുടെ ഒരു ഇൻപുട്ടായിട്ട് എല്ലാവരെയും അറിയിക്കാനുള്ളൊരു താല്പര്യം എല്ലാവർക്കും. അതാണ് ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷൻ.
ഇതിനാവശ്യമായ ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് കേൾക്കാനുള്ള സാധ്യത. അഞ്ചാമത്തെ കാര്യമാണ്, ഒരുപക്ഷെ ഒരുപാട് ആൾക്കാർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ പ്രൊഡക്ടിവിറ്റിക്ക് ഒരുപാട് മാറ്റുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ പേരാണ് എസ്കേപ്പ്. നമുക്ക് ഈ അവസ്ഥയിൽ നിന്നൊക്കെ ഒരു ടെൻഷൻ കാരണം, സ്ട്രെസ് കാരണം ഇതിൽ നിന്നെല്ലാം ഒന്ന് മറന്ന്, എല്ലാം മതിമറന്നിരിക്കാൻ, എല്ലാത്തിൽ നിന്നും വിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും കേൾക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഈ ടെൻഷനിൽ നിന്നെല്ലാം മാറി, ഈ സ്ട്രെസ്സിൽ നിന്നെല്ലാം ഒന്ന് മാറി, ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ, ആ സിറ്റുവേഷൻ ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അതിനു വേണ്ടി നമ്മൾ കേൾക്കണം. ഇനി ഇതൊന്നും അല്ലാത്ത ആറാമതൊരു കാര്യം കൂടെ ഉണ്ട്. കാശ് തടയുന്ന, അല്ലെ, നമുക്ക് പൈസ കിട്ടുന്ന ഏതൊരു കാര്യം ആര് പറഞ്ഞാലും കേൾക്കുന്നൊരു ഒരു താല്പര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഇന്നും ഒരുപാട് പേർ ഈ ഓൺലൈൻ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കപ്പെടുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഇവരാരും സാധാരണക്കാരല്ല, അത്യാവശ്യം വിദ്യാഭ്യാസ യോഗ്യതയും അറിവും ജ്ഞാനവും ഒക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്. കാരണം നമുക്ക് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കാനൊരു താല്പര്യമാണ്. അപ്പോൾ നമ്മളൊരു മികച്ച ബിസിനസ്സുകാരനാവണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാൻ ആൾക്കാർ തയ്യാറാകണമെന്നുണ്ടെങ്കിൽ, അവർക്ക് എന്താണ് വേണ്ടത്, അവരെന്തിനു വേണ്ടിയാണ് കേൾക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു തിരിച്ചറിവ് ആദ്യം നമുക്ക് വേണം. ആ തിരിച്ചറിവാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഈ 5 കാര്യങ്ങൾ: 1 എഡ്യൂക്കേഷണൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട്, 2 എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്, 3 ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട്, 4 ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ഷന് വേണ്ടിയിട്ട്, 5 എസ്കേപ്പിസം. ഈ 5 കാര്യങ്ങൾക്കാണ് പ്രധാനമായും ആൾക്കാർ നമ്മളെ കേൾക്കുന്നത്. ഈ ഒരു പർപ്പസോടു കൂടിയാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ മാത്രമേ അവർ കേൾക്കുകയുള്ളൂ. ഇനി ഇതൊക്കെ പറയുമ്പോൾ അവർ ശ്രദ്ധിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ സംസാരിക്കണമെന്ന് അറിയണ്ടേ? അത് അടുത്ത വീഡിയോ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് എഴുതി തയ്യാറാക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടെ അത് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അതിൻ്റെ ഉത്തരങ്ങൾ അടുത്ത വീഡിയോകളിലോ അല്ലെങ്കിൽ കമൻ്റായിട്ട് തന്നെ ഞാനത് റിപ്ലൈ തരുന്നുണ്ട്. ഓക്കെ, കാരണം 50 ബിസിനസ് സ്റ്റോറി ടെല്ലേഴ്സിനെ തയ്യാറാക്കുന്ന മിഷനിലാണ്